നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കുവൈത്ത് അമീർ ഷെയ്ഖ് നവാഫ് അഹമ്മദ് അൽ ജാബിർ അൽ സഭയുടെ വിയോഗ വാർത്തയ്ക്ക് പിന്നാലെ രാജ്യത്ത് 40 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചു. സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് 3 ദിവസത്തെ അവധിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അമീരി ദീവാനി കാര്യാലയമാണ് അമീറിന്റെ വിയോഗ വാർത്ത ഔദ്യോഗിക ടെലിവിഷൻ വഴി രാജ്യത്തെ അറിയിച്ചത്. മരണകാരണം വെളിപ്പെടുത്തിയിട്ടില്ല. ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് ജാബിർ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു എന്ന റിപ്പോർട്ടുകൾ മാത്രമാണ് പുറത്തുവന്നത്. കുവൈത്തിന്റെ 16ാം അമീറായിരുന്നു ഷെയ്ഖ് നവാഫ് അഹമ്മദ് അൽ ജാബിർ അൽ സബ. കുവൈത്ത് രാജകുടുംബത്തിലെ ഏറ്റവും മുതിർന്ന അംഗം കൂടിയായിരുന്നു അദ്ദേഹം. 2020 സെപ്റ്റംബറിൽ ഷെയ്ഖ് സബ അഹമ്മദ് അൽ ജാബർ അൽ സബ അന്തരിച്ചതിന് പിന്നാലെ കിരീടാവകാശിയായ ഷെയ്ഖ് നവാഫ് അൽ അഹമ്മദ് കുവൈത്ത് അമീറായി ചുമതലയേൽക്കുകയായിരുന്നു. കുവൈത്തിലെ ശാന്തനായ ഭരണാധികാരിയായിട്ടാണ് ഷെയ്ഖ് നവാഫ് അറിയപ്പെടുന്നത്. ആരോഗ്യ കാരണങ്ങളാൽ പലപ്പോഴും അദ്ദേഹത്തിന് കൂടുതൽ തിളങ്ങാൻ സാധിച്ചിരുന്നില്ല. കഴിഞ്ഞ മാസം ആരോഗ്യനില വഷളായതിനെ തുടർന്ന് അമീറിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി വാർത്തകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ പിന്നീട് ആരോഗ്യനില തൃപ്തികരമാണെന്ന് കുവൈത്ത് ഔദ്യോഗിക വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. അടിയന്തര ആരോഗ്യ പ്രശ്നമാണെന്ന് സൂചിപ്പിച്ചെങ്കിലും എന്താണ് അസുഖമെന്ന് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നില്ല. 2020 കുവൈത്ത് അമീറായി ചുമതലയേറ്റ ശേഷം പലതവണ ആരോഗ്യ കാരണങ്ങളാൽ പൊതുരംഗത്ത് നിന്ന് വിട്ടുനിന്നിരുന്നു ഷെയ്ഖ് നവാഫ്. കിരീടാവകാശിയാണ് രാജ്യത്തിന്റെ ദൈനംദിന ഭരണകാര്യങ്ങൾ നോക്കുന്നത്. നേരത്തെ വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി അദ്ദേഹം അമേരിക്കയിൽ പോയിരുന്നു. കുവൈത്തിന്റെ 10ാമത്തെ ഭരണാധികാരി ആയിരുന്ന ഷെയ്ഖ് അഹമ്മദ് അൽ ജാബിർ അൽ സബാഹിന്റെയും യാമാമയുടെയും മകനായി 1937 ജൂൺ 20 കുവൈത്ത് സിറ്റിയിലെ ഷർഖിൽ ആണ് ഷെയ്ഖ് നവാഫ് അൽ അഹമ്മദ് സബാഹിന്റെ ജനനം. 2006 ഫെബ്രുവരി 7 മുതൽ കുവൈത്ത് കിരീടാവകാശിയായിരുന്ന ഷെയ്ഖ് നവാഫ് സഹോദരനും കുവൈത്തിന്റെ 15ാമത്തെ അമീറുമായിരുന്ന ഷെയ്ഖ് സബാഹ് അൽ അഹമ്മദ് അൽ സബാഹിന്റെ നിര്യാണത്തെ തുടർന്ന് 2020 സെപ്റ്റംബർ 29 കുവൈത്തിന്റെ 16ാമത്തെ ഭരണാധികാരിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. 1962 25ാം വയസ്സിൽ ഹവല്ലി ഗവർണറായി നിയമിക്കപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം തന്റെ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത്. 1978 മാർച്ച് 19 വരെ ആ പദവിയിൽ തുടർന്ന അദ്ദേഹം 1978 മുതൽ 1988 വരെ കുവൈത്തിന്റെ ആഭ്യന്തര മന്ത്രിയായും തുടർന്ന് കുവൈത്തിന്റെ പ്രതിരോധ മന്ത്രിയായും രാജ്യത്തിന് സേവനം അനുഷ്ഠിച്ചു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.